വെൽക്കം ബാക്ക്. റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ റയർ റീഫ് ബൈ അഫ്നാൻ. ഞാൻ ഈ പെർഫ്യൂം വാങ്ങാനുള്ള പ്രധാന കാരണം എമൗച്ച് റിഫ്ലക്ഷൻ എന്നൊരു പെർഫ്യൂം മേക്ക് ചെയ്ത പെർഫ്യൂമറാണ് ഈ പെർഫ്യൂം മേക്ക് ചെയ്തിരിക്കുന്നത്. ലൂക്കാസ് സുയിസാക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത്രയും വലിയ ഒരു പെർഫ്യൂം ബ്രാൻഡിൻ്റെ പെർഫ്യൂം മേക്ക് ചെയ്ത ഒരാൾ അഫ്നാനിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്താണ് വാങ്ങിയത്. അദ്ദേഹം കരോലിന ഹെരേര 212 VIP, അതുപോലെ ജുവാൻജി, അങ്ങനത്തെ പല ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളും മേക്ക് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമറാണ്. അപ്പം അതാണ് ഒന്നാമത്തെ കൗതുകം. മറ്റൊന്ന് ലൂയി വിറ്റൻ പസഫിക് ചിൽ എന്ന പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടാണ് അദ്ദേഹം ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ രണ്ട് കാരണങ്ങളാണ് എന്നെ ഈ പെർഫ്യൂം വാങ്ങാൻ പ്രേരിപ്പിച്ചത്. നമുക്ക് ജസ്റ്റ് പ്രസന്റേഷൻ നോക്കാം. റീഫ് എഴുതിയിട്ടുണ്ട്, ഇവിടെ ബാച്ച് കോഡ് 2025, ഇവിടെയും അതുപോലെ റയർ റീഫ് എഴുതിയിട്ടുണ്ട്. ഇവിടെ അഫ്നാന്റെ ബാഡ്ജിങ്, മെയ്ഡ് ഇൻ UAE, എക്സ്ട്രൈറ്റ് ഡി പെർഫ്യൂമാണ്. നല്ലൊരു പ്രീമിയം പാക്കിംഗ്. ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ റയർ റീഫ് എഴുതിയിട്ടുണ്ട്, ഇവിടെ അഫ്നാന്റെ ബാഡ്ജിങ്, ഇവിടെയും അഫ്നാന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡിസൈനൊക്കെ ഉണ്ട്. അസാരോ വാണ്ടഡിന്റെ ആ ഒരു ടൈപ്പൊക്കെ ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. ഇവിടെ ക്യാപ്പ് അത്യാവശ്യം തിക്കുള്ളതാണ്. അഫ്നാന്റെ എല്ലാ പെർഫ്യൂമുകളുടെയും ക്യാപ്പ് അത്യാവശ്യം തിക്കുള്ളതാണ്. മൊത്തത്തിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ. ഇതിന്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ അറിയാം ഒരു അക്വാറ്റിക് ടൈപ്പുള്ള ഒരു പെർഫ്യൂമാണെന്നുള്ളത്. നല്ല സ്പ്രെയർ ആണ്. ഞാൻ നോട്ട്സ് ഒന്ന് ജസ്റ്റ് പറയാം. ടോപ്പ് നോട്ട് ബ്ലാക്ക് കറന്റ്, ഓറഞ്ച്, സിട്രൺ, മിന്റ്, ഗ്രേപ്പ് ഫ്രൂട്ട്, കൊറിയാണ്ടർ. മിഡിൽ നോട്ട് അപ്രിക്കോട്ട്, വയലറ്റ് ലീഫ്, റോസ്, ബേസിൽ. ബേസ് നോട്ട് ആംബർ വുഡ്, ഡേറ്റ്സ്. ഇത്രയാണ് ഇതിന്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പല ഫ്രൂട്ട്സിന്റെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല, ഇതിന്റെ സ്മെല്ല് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സ്മെല്ല് അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന സ്മെല്ല് മാത്രം ഞാൻ ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോവാം. സ്റ്റാർട്ടിങ്ങിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് കറന്റ്, ഓറഞ്ച്, സിട്രസ്, മിന്റ്, ഗ്രേപ്പ് ഫ്രൂട്ട്, കൊറിയാണ്ടർ, അങ്ങനത്തെ നോട്ട്സ് ആണ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു സിട്രസി സ്മെല്ലാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഭയങ്കര റീഫ്രഷിംഗ് ആയിട്ടുള്ള, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു സിട്രസി സ്മെല്ല്. ഒരു നാരങ്ങ വെള്ളത്തിന്റെ ഒരു സ്മെല്ല്. ആ ഒരു തണുത്ത ഒരു നാരങ്ങ വെള്ളം, അതിൽ നമ്മുടെ ഒരു നാരങ്ങയുടെ ചെറിയ പീസ് മുറിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു സ്മെല്ലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ. ഭയങ്കര റീഫ്രഷിങ്, ഭയങ്കര സ്മൂത്ത്, ഒരു രക്ഷയില്ല. ബ്ലാക്ക് കറന്റിന്റെ സ്മെല്ലുണ്ട്, അതുപോലെ ഈ ലെമൺ, അതുപോലെ മിന്റ്. ഇത്രയും സ്മെല്ലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കിട്ടുന്നത്. ഒരു നാരങ്ങയുടെ സ്മെല്ലൊക്കെ, പച്ച നാരങ്ങയുടെ സ്മെല്ലൊക്കെ നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് കിട്ടും. കുറച്ചുകൂടെ ഒന്ന് കഴിയുമ്പോഴത്തേക്കും കൊറിയാണ്ടറിന്റെ സ്മെല്ലാണ്. ഈ ഒരു സിട്രസ്, ഈ ഒരു സ്റ്റാർട്ടിങ്ങിന്റെ ഒപ്പം ഈ കൊറിയാണ്ടറിന്റെ ഒരു ബ്ലെൻഡ് എങ്ങനെയാണ് അദ്ദേഹം ഉണ്ടാക്കിയെന്ന് അറിയില്ല. ഭയങ്കര രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു മല്ലി അല്ലെങ്കിൽ ഒരു മല്ലിയില അല്ലെങ്കിൽ ഒരു അതിന്റെ ഒരു കുത്തലോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ സിട്രസിന്റെ ഒപ്പം ഇത് നൈസായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. കൊറിയാണ്ടറിന്റെ ആ സ്മെല്ലാണ് ഇപ്പൊ കിട്ടുന്നത്. ഇതിന്റെ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പഴുത്ത ഫ്രൂട്ട്സിന്റെ, ഇതിലവർ പല ഫ്രൂട്ട്സും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫ്രൂട്ട്സിന്റെ, ഒരു പഴുത്ത ഫ്രൂട്ട്സിന്റെ ഒരു മണം, ഒരു പിയറിന്റെ അല്ലെങ്കിൽ ഒരു സബർജില്ല്, അതിന്റെ ടൈപ്പ് ഒരു സ്മെല്ലാണ് എനിക്ക് ഇതിന്റെ മിഡിലേക്ക് കിട്ടുന്നത്. ഈ പെർഫ്യൂം ഒന്ന് സെറ്റിൽ ആകുമ്പോഴത്തേക്കും കിട്ടുന്നത് ഒരു അക്വാട്ടിക് ആയിട്ടുള്ള ഒരു ജെല്ലി ടൈപ്പ് ഒരു സ്മെല്ല്. ഒരു ഹാൻഡ് വാഷ്, ഈ ജെല്ലി ടൈപ്പ്, വൈറ്റ് ജെല്ലി ടൈപ്പുള്ള ഒരു ഹാൻഡ് വാഷ്, അത്തരത്തിലുള്ള ഒരു അക്വാട്ടിക് ചെറിയൊരു സ്വീറ്റ്നെസ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇതിന്റെ ഡ്രൈ ഡൗൺ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രൈ ഡൗൺ ആണ്. ചില ആളുകൾക്ക് ഉണ്ട് പെർഫ്യൂമുകളൊക്കെ, ഈ ഫ്രഞ്ച് പെർഫ്യൂമുകളാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അത് ഭയങ്കര സെറ്റിൽഡ് ആണ്, ഭയങ്കര ഒരു സ്മൂത്ത് ആണ്, ഓവർ ഒരു ഹെവിനെസ് ഇല്ല, ഓവർ ഒരു പവർഫുൾനെസ് ഇല്ല. അത്തരം പെർഫ്യൂമുകളാണ് കൂടുതലായിട്ടും ചില ആളുകൾക്ക് ഇഷ്ടം. എന്നെ സംബന്ധിച്ച് എനിക്ക് അറബിക് പെർഫ്യൂമുകളാണ് ഇഷ്ടം. അടിച്ചാൽ ആരെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ ഒരു സ്ട്രോങ്നെസ് വേണം. നമ്മൾ ഒരു പെർഫ്യൂം അടിച്ചിട്ട് പോയാൽ ഇത് ഏതാണെന്ന് ചോദിക്കണം. ഞാൻ അത്തരം പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. പക്ഷെ ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്ത ശേഷം ഇതിന്റെ ഒരു സ്മൂത്ത്നെസ്സും ഇതിന്റെ ഒരു ഭയങ്കര എൻജോയ് ചെയ്ത് നമുക്ക് വിയർ ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂം. ഭയങ്കര സ്മൂത്ത് ആണ്, ഭയങ്കര കംഫർട്ടാണ്. ഒരാൾക്കും ഒരു
ഇറിറ്റേഷൻ ഈ പെർഫ്യൂം ഉണ്ടാകാതെ ഭയങ്കര സ്മൂത്തായിട്ട് നല്ല ഒഴുകുന്ന ഒരു നദി പോലെ ഇങ്ങനെ ഇളം കാറ്റ് പോലെ ഇതിങ്ങനെ നമ്മുടെ ഡ്രസ്സിൽ ഇങ്ങനെ കിടന്നോളും. നിങ്ങൾ ഈ ഫ്രഷ് പെർഫ്യൂമുകൾ, ഫ്രഞ്ച് പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ മസ്റ്റായിട്ടും ഈ പെർഫ്യൂം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇതിന്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു 5 to 6 hour ആണ് ഇതെനിക്ക് ഡ്രസ്സിൽ കിട്ടിയിരിക്കുന്നത്. 7 hour വരെ കിട്ടിയിട്ടുണ്ട്. പക്ക ഒരു സ്കിൻ സെന്റ് ആണ്. നമുക്ക് ഇങ്ങനെ സ്മെല്ല് ചെയ്താൽ മാത്രമേ ഇതിന്റെ സ്മെല്ല് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ലൗഡായിട്ടുള്ള ഒരു പ്രൊജക്ഷനോ ഭയങ്കര ഒരു സിയാജോ ഒരു എയറിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഇതിന്റെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ എന്നോട് 3 പേര് ഈ പെർഫ്യൂമിന്റെ സ്മെല്ല് അടിപൊളിയാന്ന് പറഞ്ഞ് ചോദിച്ചു. ഒരു ഡോക്ടർ ചോദിച്ചു, ഒരു പാകിസ്ഥാനി ബ്രദർ ഉണ്ട് അവൻ ചോദിച്ചു, പിന്നെ എൻ്റെ ഒരു കോവർക്കർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് അവനും ചോദിച്ചു. അപ്പൊ എനിക്കിതൊരു ഐഡിയ കിട്ടുന്നില്ല എന്താ ഇതിന്റെ സംഭവം, ഇതിന് എയറിൽ ഇതിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ടോ ഇല്ലെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കാര്യം എനിക്കിത് അങ്ങനെ അത്ര ഒരു ഹെവി ആയിട്ടൊന്നും ഈ സ്മെല്ല് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ 3 കോംപ്ലിമെന്റ് ആണ് എനിക്ക് ഇത് കിട്ടിയത്. അദ്ദേഹം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പെർഫ്യൂം മേക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള അത്യാവശ്യം ഒരു സ്മൂത്ത് ആയിട്ടുള്ള പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഓഫീസിലേക്കൊക്കെ ഒരു 5 to 6 hour ഒക്കെ ഒരു മോഡറേറ്റ് പ്രൊജക്ഷൻ ഒക്കെ ഉള്ള ഒരു ടൈപ്പ് പെർഫ്യൂമുകൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഞാനിത് മസ്റ്റ് ആയിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവില്ല. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.